പപ്പി പപ്പി എന്റെ മകളല്ലെന്ന്. കുഞ്ഞേച്ചിയാണ് പപ്പിയെ സത്യം പ്രസവിച്ചതെന്ന്. ഞാൻ വെറും ഒറ്റമ്മയാണെന്ന്. എന്റെ കുഞ്ഞേച്ചി ഞാനെല്ലാം എഴുതി വെച്ചു. ക്ഷമ ഈശ്വര, എടി ആ കത്തെവിടെ? അതാർക്കെങ്കിലും കിട്ടിയോ? പറയാൻ കിട്ടിയോ? എനിക്ക് അറിയില്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ ഞാൻ വച്ചെടുത്ത കത്തില്ല. ഈശ്വര, എടി ക്ഷമ, നീ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നെ? ഈശ്വര, ആ കത്തെങ്ങനെ സത്യമ്മയുടെ കൈ കിട്ടിയ എന്താ അവസ്ഥയെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പോട്ടെ, ഇനി രോഹിത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ എന്താ സംഭവിക്കുന്നെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഞാൻ എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തത്? അതിന് നീ ഒരു വിലയും കൽപ്പിച്ചില്ലെന്ന് ഓർക്കുമ്പോ മനസ്സ് കലങ്ങി പോവാ. അത് കുഞ്ഞേച്ചി, ഈ ചെയ്തതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഉള്ളൊരു മടുപ്പില്ലേ? എനിക്കിപ്പോ എന്റെ ജീവിതത്തോട് തോന്നുന്നതും അതാ. ഒരു തരം മരവിപ്പ്. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണം കുഞ്ഞേച്ചി. ഒരു പൊട്ടത്തരം ഞാൻ കാണിച്ചു പോയി. അതിന് കുഞ്ഞേച്ചിയുടെ കാൽ വീട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ കുഞ്ഞേച്ചി. ക്ഷമേ, എന്തായി കാണിക്കുന്നെ? എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്തായി ചെയ്യുന്നെ? എനിക്ക് എന്റെ കുഞ്ഞേച്ചി സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല. ക്ഷമ, ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ആ കത്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന് അറിയണം. ഇല്ലെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോന്ന് അറിയണം. ഇനിയിപ്പോ അത് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി നശിപ്പിക്കേ. കാരണം അതാരുടെ കൈ കിട്ടിയാലും അപകടമാ. Excuse me, madam. Yes, come in. ഇത് എനിക്ക് നല്ല പരിചയമുള്ള കാറാണല്ലോ. ഇത് ചന്ദ്രബോസിന്റെ കാറല്ലേ? ഇതെന്താ ഈ സമയത്ത് ഇവിടെ? ഓക്കെ സർ, അപ്പൊ കാണാം. ശരി എന്നാ. ഇവനെന്താ ഇങ്ങനെ ആടി വരുന്നേ? ഇവനെന്ന് ഈ ശീലമൊക്കെ തുടങ്ങിയേ?
സർ ഗുളിക ആ സാറേ റൂമിലേക്ക് പോകാം. എടോ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടോ. അച്ഛൻ കിടക്കുന്നില്ലേ? മോളെ രോഹിത് വന്നില്ലേ? രോഹിത് വന്നോളൂ. ഈയിടെയായി വരവൊക്കെ കുറച്ച് ലേറ്റാ. ഉം.